അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ ഇല്ലേ, ഈ മത്തങ്ങ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി വലിയ എന്താ പറയുന്ന അധികം സാധനങ്ങളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മത്തങ്ങയ്ക്കൊന്നും വലിയ വിലയൊന്നുള്ള സാധനമൊന്നുമില്ല, പക്ഷേ കൊച്ചു പിള്ളേർക്കോ വലിയവർക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ അടിപൊളി ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്ര ഒരു പീസ് ആക്കി വെച്ച് തൊലിയും കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതെ, അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്, നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് വരാം. നമ്മളെ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് സംഭവം. ചെറിയൊരു കഷ്ണം എടുത്ത് അതെ, നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അത് മുഴുവൻ കൂടെ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന 1 കിലോ 2 കിലോ അത്രയൊന്നും വേണ്ട. പിന്നെ ആള് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു ബൗളിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടിയല്ല, ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അതെ, നമ്മൾ സാധാരണ എപ്പോഴും മത്തങ്ങ വെച്ച് എരിശ്ശേരിയല്ലേ നമ്മൾ മലയാളികൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കി, സംഭവം എവിടെയായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഇടാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് എടുത്തിട്ട്. അതെ, അപ്പോൾ നമ്മളിത് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക് കാര്യങ്ങളൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അതെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് എടുത്തതാണ്. ഒരു ചെറിയ ഒരു ഇഞ്ചി നീളമുള്ള ഒരു ഇഞ്ചി, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ അല്ലാതെ ഇത് അത്യാവശ്യം നല്ല എരിയുള്ള നമ്മുടെ പച്ചമുളകാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു ചെറിയ ഒരു സവാള, അപ്പോൾ അത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത സാധനം. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ കറിവേപ്പില. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയണമെന്നില്ല, ചുമ്മാ കൈവച്ച് കീറിയാണെങ്കിലും നമുക്ക് കിട്ടാൻ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പൊടി സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കടലമാവാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിന് നമ്മളിത് കുറച്ച് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇപ്പം നമ്മളൊരു അരക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മൈദ, ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചിട്ട് നോക്കാം. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ നമ്മുടെ മത്തങ്ങയുടെ അതന്നെ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമുക്കത് ചേർക്കാൻ. അപ്പോൾ അരിപ്പൊടിയാണ്. ഈ മൈദ ഉണ്ടല്ലോ, മൈദ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് പകരം വേണം നമുക്ക് മറ്റേ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ലത്, ആ ഒരു പിടുത്തമൊക്കെ കിട്ടാൻ നല്ലത് മൈദ തന്നെ. അപ്പോൾ നമുക്കിനി ഉപ്പ് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു സ്വല്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ എരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിയാണ്, നമ്മൾ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല ഞെരടി കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ വേറെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം. അതെ, വെള്ളം വേറെ വേണ്ട. കാര്യം എന്ന് വെച്ചാൽ മത്തങ്ങയ്ക്ക് നല്ല ജലാംശം ഉള്ളതാണ്, അതുകൊണ്ടാണ് വെള്ളം. പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉള്ളിക്കകത്തുണ്ട് അത്യാവശ്യം ജലാംശം. എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ല അടിപൊളി ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഈ കുഴയ്ക്കുമ്പം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ പൊടി. അതെ, ഈ മത്തങ്ങയുടെ വെള്ളത്തിൻ്റെ ജലാംശത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പൊടി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന പോലെ വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചേർത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഒന്ന് ഇളക്കിയെടുക്കാം. അതെ, ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ മത്തങ്ങയെല്ലാം കുഴച്ച് നല്ല അടിപൊളി മാവ് ആക്കി എടുത്തിട്ടുണ്ട് സംഭവം. അപ്പം നമ്മളിതിൻ്റെ അത് എന്താ പറയുന്നത്, മൈദയും പിന്നെ നമ്മുടെ കടലമാവും അരിപ്പൊടി. നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തായിരുന്നു, 1 ടേബിൾ സ്പൂണ് മൈദയുടെ പൊടി എടുത്തു, 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തു. അത്ര എടുത്തിട്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ എടുക്കുന്ന മത്തങ്ങയുടെ അകത്തുള്ള വെള്ളം അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയൊക്കെ പൊടിയുടെ അളവ് കൂട്ടോ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ്, വെളിച്ചെണ്ണ ഒന്നുമല്ല. അപ്പോൾ ഇനി നമുക്കിത് കയ്യിൽ എണ്ണ താഴെ കൊടുക്കാം. എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു
ഒരു ചെറിയൊരു പീസ് എടുത്ത് ഒന്ന് നമുക്കതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പം ഒത്തിരി അങ്ങ് കട്ടിയില്ലാതെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഒന്ന് പരത്തിയതിന് ശേഷം വേണമെങ്കിൽ ഈ രീതി തന്നെ ഇടുക, അല്ലെങ്കിൽ നടുക്ക് വേണമെങ്കിൽ ഒരു കിഴുത്തൊക്കെ ഇട്ട് നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് പെയ്യെ. പിന്നെ ഈ നടുക്ക് മറ്റേ ഹോളിനിപ്പോ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്കിത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ഗുളുഗുളാകുന്നത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് തീ കുറച്ച് വെച്ചിരിക്കുക, എണ്ണ നല്ല ചൂടായിരിക്കുക, പക്ഷെ തീ ഇപ്പൊ കുറച്ച് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതെല്ലാം തന്നെ ഒന്ന് ഈ എണ്ണയിലിട്ട് റെഡിയാക്കി എടുക്കാതെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പൊ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ നമ്മുടെ ചീനച്ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ചെറുതാണ്, അപ്പൊ അതുകൊണ്ട് 2-3 എണ്ണം ഇട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി. നമ്മളപ്പോൾ ആദ്യം ഇട്ടത് നമ്മൾ കോരി എടുത്തായിരുന്നു. അപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് സംഭവം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ആവി കുറക്കുന്ന സംഭവം അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തീക്കകത്ത് ഇടരുത്, ചൂടത്ത് എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാണല്ലോ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു. തിരിച്ചും മറിച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് അതൊന്ന് റെഡിയാക്കിയത്. ഇടുന്ന ഉടനെ തന്നെ അതെല്ലാം അനക്കാതെ അത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരിച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി കേട്ടോ. അതായത് എന്താ പറയുക, മത്തങ്ങ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അതുപോലെ കാര്യം നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക എരിശ്ശേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ മത്തങ്ങ, അല്ലെങ്കിൽ തോരൻ വെക്കും, മെഴുകുവരട്ടി വെക്കുക, അങ്ങനെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ചെയ്യുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇപ്പോൾ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തു ഇതിനെങ്ങനെ ഉണ്ടെന്നുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റാണ് സംഭവം. അപ്പം എന്തായാലും കഴിക്കാത്ത പിള്ളേരും ഇത് കഴിക്കും. ക്യാമറമാൻ ഇവിടെ നിൽപ്പുണ്ട്, ഒരു പീസ് ഒന്ന് കൊടുത്തേക്കണം. എങ്ങനെയുണ്ട്? അല്ല അടിപൊളി സാധനമാണ്. അപ്പം എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കിക്കും. ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഒരു കട്ടൻ ചായ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ സംഭവം കുശാലാണ്. ചെറിയൊരു പീസ് മത്തങ്ങ മതി. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അതെ, ഒരു മത്തങ്ങ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വട ഉണ്ടാക്കാം, പിന്നെ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നല്ല നല്ല എന്താ പറയുക അടിപൊളി റെസിപ്പികൾ മത്തങ്ങ വെച്ച് ഉഗ്ര സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ചെറുപടയിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ കമൻറ്റ് ഓരോ വീഡിയോയുടെ കമൻറ്റിന് നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള അടിപൊളി ഒരു സാധനമാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം അതെന്തും ആയിക്കോട്ടെ, മോശമാണെങ്കിൽ മോശമാണെന്ന് എഴുതിക്കും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എഴുതിക്കും, എന്ത് വേണം എഴുതിക്കും, കമൻറ്റ് ചെയ്തോ. ആ കമൻറ്റ് എത്ര കമൻറ്റ് വന്നാലും ആ കമൻറ്റ് അത്രയും പേര് നമ്മൾ ലൈവായിട്ട് തന്നെ നറുക്കിട്ടിട്ട് ആ പ്രസൻറ്റ് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഉള്ള ഇപ്പം ഈ വട വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.